നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യൂലേ? നമ്മൾ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതായത് ചില ആൾക്കാർ എപ്പോഴും ഫാസ്റ്റിംഗ് ആൻഡ് പ്രേ മാത്രമായിരിക്കില്ല. അവർ ബൈബിൾ റീഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നല്ല പ്രസംഗങ്ങൾ കേൾക്കത്തില്ല, പള്ളി പോകത്തില്ല. ചില ആൾക്കാർ ബൈബിൾ വായിക്കും, എപ്പോഴും എന്നും ബൈബിൾ വായിക്കും, പക്ഷെ അത് അവരുടെ ലൈഫിലേക്ക് അവർ അപ്ലൈ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർ നല്ല ക്രിസ്ത്യൻ മ്യൂസിക് കേൾക്കത്തില്ല, അല്ലെങ്കിൽ അവര് നല്ല ക്രിസ്ത്യൻ സെർമൺസ് കേൾക്കത്തില്ല, ദൈവത്തിൽ നിന്ന് എന്താണ് ദൈവത്തിന് പറയാനുള്ളതെന്ന് കേൾക്കത്തില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായിരിക്കും. ചില ആൾക്കാർ പള്ളിയിൽ മുടങ്ങത്തില്ല, പള്ളി ഒരിക്കലും മുടങ്ങത്തില്ല, പക്ഷെ അവർ ഫാസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പ്രെയർ ചെയ്യത്തില്ല. ചിലപ്പോൾ ദൈവാത്മാവ് നമ്മളോട് പറയില്ല മിഡ് നൈറ്റിലൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കാനായിട്ട്, അപ്പോൾ അവർ പരിശുദ്ധൻ പറയുന്നത് കേൾക്കത്തില്ല. ആ ഒരു തലത്തിലേക്ക് ആണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാം, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബൈബിൾ റീഡ് ചെയ്യുക, ഫാസ്റ്റ് ആൻഡ് പ്രേ, അതുപോലെ തന്നെ നല്ല ക്രിസ്ത്യൻ സെർമൺസ് കേൾക്കുക, നല്ല ഗുഡ് ക്രിസ്ത്യൻ മ്യൂസിക് കേൾക്കുക, അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുക, നല്ല യാത്രകൾ പോവുക, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക, നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രം നമ്മൾ സ്പിരിച്വൽ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ അധികമായി കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ വീണു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കര ഫാസ്റ്റിംഗ് ആൻഡ് പ്രേ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്പിരിച്വലി ഭയങ്കര വാർഫെയർ ആയിരിക്കും കേട്ടോ, സ്പിരിച്വൽ പക്ഷെ ബൈബിൾ റീഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും അറ്റാക്കിങ് മാത്രം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈനെസ്, ഒരു ടയേർഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈബിൾ റീഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ബൈബിൾ റീഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൂട്ടായ്മ, അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ദൈവമക്കളുമായിട്ട് പ്രാർത്ഥന, കൂട്ടായ്മ, അത് വളരെ അർജന്റായിട്ട് ഉള്ള കാര്യമാണ്. നമ്മൾ സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നമ്മൾ പേഴ്സണൽ പ്രെയർ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ചില വിഷയങ്ങൾ നമുക്ക് കൂട്ടായ്മ കൂടിയേ തീരത്തുള്ളൂ. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചർച്ചയിൽ കടന്നു പോവുക, അതുപോലെ തന്നെ നല്ല നല്ല വ്യക്തികളുമായിട്ട്, അതായത് ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കുക. അതൊക്കെ നമ്മൾ ലൈഫിൽ സ്പിരിച്വലി നമുക്ക് വളരെയധികം അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മൾ കൂടുതലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ശ്രദ്ധിക്കുക. ആ ഒരു തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ സ്പിരിച്വൽ ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യം നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ടയേർഡ് ആക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.